ശിവാനന്ദ, ബ്യൂട്ടിഫുൾ സോങ്. ആഹാ, നന്നായിട്ട് തന്നെ പാടി പല ഏരിയ. പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് ഫീൽ ചെയ്ത് ശ്രുതിയാണ്. രാമാവധമേ അതൊക്കെ തുടങ്ങുമ്പോൾ അത് ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ ഒരു പ്ലങ് 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 അതിങ്ങനെ ഒരു ചേരാത്ത ബെല്ല് പോലെ തുടങ്ങും. പക്ഷെ അതിൽ നമ്മൾ നമ്മുടെ ശ്രുതി പിടിച്ച് കൃത്യമായിട്ട് പാടണം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ആലാപില്ലേ, അതൊന്ന് പാടാമോ? ഇപ്പോഴേ ചേരുന്നില്ല. അത് ഇപ്പോഴേ ഓക്കെ, അത് കുഴപ്പമില്ല. അത് ചേർത്തോട് കേട്ടോ. അത് ചേർന്നില്ലെങ്കിൽ അതിനൊരു ഒരു സുഖം കാണത്തില്ല. തോരാടം എന്താ പറയുക, എങ്കിലും അത് കണക്റ്റ് ഉള്ളൂ. അപ്പം അതൊക്കെ നോക്കിക്കൊള്ളുക കേട്ടോ. അപ്പം ഈ പ്രധാനമായിട്ട് തോന്നിയ ശ്വാസം, പിന്നെ ശ്രുതി. കാർത്തിക, നല്ല സുഖമുള്ള ഒരു വളരെ കൂളായിട്ട് പോകുന്ന ഒരു ഭക്തിഗാനം, നല്ല സുഖമായിട്ട് തന്നെ പാടി. അതിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു സോള് നഷ്ടപ്പെടാതെ തന്നെ പാടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഈ കാലമേ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം. കാലമേ എന്നാണോ പറഞ്ഞത്? കാലമേ നല്ല രസമായിട്ട് നമുക്കൊന്ന് പാടി നിർത്തിയാലോ? വാതിൽ കറക്റ്റായിട്ട് കൊന്നു. ഓൾമോസ്റ്റ് ഗുഡ് ഗുഡ് ഗുഡ്. കാരണം ഇതുപോലൊരു ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എന്താണ് കണ്ണീരിൽ എന്താണ് കണ്ണീരിലാഴുമ്പോൾ കണ്ണീരിലാഴുമ്പോൾ അത് പാടുമോ? മതി മതി മതി. എൻ്റെ അമ്മ ഇത് മുഴുവൻ പാടി തീർക്കോ? അത് മതി. അതൊന്ന് ചേരായി കണ്ട ഒരു സുഖം തോന്നിയില്ല. അത് കൈ നീ തരയണമേ എന്നുള്ള സ്ഥലത്ത് ഒരു സുഖം തോന്നിയില്ല. പിന്നെ മരണം, അത് തുടക്കം അത് പിന്നെ മരണമായതുകൊണ്ട് ഞാനങ്ങ് വിട്ട് പേടിയായിപ്പോയി. ഒന്ന് അത് ഒരു കൃത്യമായിട്ടൊന്ന് പാടാമോ? അതൊക്കെ. പിന്നെ എനിക്കുള്ളത് ഈ രണ്ടാമത്തെ ലൈൻ എന്താണ് ചരണത്തിന്റെ? ഫസ്റ്റ് തളർന്നിടുമ്പോൾ അത് ജീവൻ എടുത്തു നീ കുരിശയിൽ ചേർക്കണം. അത് ഒരു വക മനസ്സിലായില്ല. ഞാൻ കുറെ ക്രിസ്ത്യൻ പാട്ട് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ട്, പക്ഷെ പാടിയപ്പോൾ അതില്ലായിരുന്നു. ഒന്ന് കൃത്യമായിട്ട് സ്ഫുടമായിട്ടൊന്ന് പാട്ടാൻ പോകും. ഇത് ആരാ പാടിയത്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് മൂവി 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മ്യൂസിക് ചെയ്തത് ബോംബെ രവി സാർ. ലിറിക്സ് എഴുതിയത് യൂസഫ് അലി കേച്ചരി സാർ. പാടിയത് ചിത്രാമ്മ. പക്ഷെ എന്താണെങ്കിലും അത് രൂഹാദയാണെങ്കിലും രൂഹായിലാണെങ്കിലും വാട്ടെവർ അത് കേൾക്കണം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.